Okay, so we'll start the session. അതിനു മുമ്പ് അമിത് ഉണ്ടോ ഇതില്? അമിത് ഇല്ല. ഇപ്പൊ ഇവിടെ ലൈവായിട്ടുള്ള എല്ലാവരും മറ്റേ ഫോം കംപ്ലീറ്റ് ആക്കിയില്ലേ? അതിന്റെ റാങ്കിന്റെ? സോ ബാക്കിയുള്ളവരോട് പറയാം എത്രയും പെട്ടെന്ന് ചെയ്യാൻ. ഉച്ചക്ക് 12 മണിക്ക് മുമ്പ് തീർക്കാൻ പറയണേ. ഓക്കെ. So we'll start the session. Okay, so so we have completed the different types of soils, and now let us move on to the next topic, which is your atmosphere. Okay, so atmosphere in case, so these are the basic composition of your atmosphere. Okay, so there are various gases present inside in atmosphere, and the major share of it goes to nitrogen. Around 78.8% is nitrogen, around 20.95% is oxygen, and then remaining gases constitute the around this much percentage. And out of that, the maximum share goes to argon. Right. Now, this is the basic composition of your atmosphere. Now, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ആക്ച്വലി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഡിഫറെന്റ് ലേയേഴ്സ് അല്ലെ? ശരിയല്ലേ? പണ്ട് പഠിച്ചു കാണുമല്ലോ. എന്തൊക്കെയായിരുന്നു ലേയേഴ്സ് എന്ന് പറഞ്ഞത്? അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ലേയേഴ്സ് എന്തൊക്കെയായിരുന്നു? ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ആ, ലിത്തോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ലിത്തോസ്ഫിയർ ഉണ്ടോ? മിസോസ്ഫിയർ ഉണ്ടോ? മീസോസ്ഫിയർ, ഒന്നുകൂടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മീസോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ. ഓ, ഓക്കെ, റൈറ്റ്. അപ്പൊ ഏതാണ്ട് കുറെ ഓർമ്മയുണ്ടല്ലേ? നമുക്ക് അത് തന്നെയാണ് നോക്കുന്നത്. നമുക്ക് അത് തന്നെ ബ്രഷപ്പ് ചെയ്യാം. സോ അഗെയിൻ ഞാൻ ഏതാണ് നമ്മൾ ഡിജിറ്റൽ നോട്ടിലേക്ക് എത്തുകയാണ്. സോ okay, fine. So move on to your next topic, that is atmosphere, right? So this is how you can actually represent your atmosphere. Okay, so let's show you also. So these are the different layers of your atmosphere. Okay, so these are different. So see, ഈ ഒറ്റ ഡയഗ്രം തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. So starting with troposphere, stratosphere, mesosphere, thermosphere, and exosphere, right? So troposphere, it ranges from around 0 to 12 to 18 kilometer from the surface. Okay, 0 to ഏതാണ്ട് 12 മുതൽ 0 മുതൽ 12 അല്ലെങ്കിൽ 18 കിലോമീറ്റർ വരെ അതാണ് അതിന്റെ റേഞ്ച്. ഓക്കെ, ഓഫ് ദിസ് troposphere. Okay, and up to this region, your temperature ranges something like this. As your height increases, ഒരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനൻ എന്താ വെച്ചാൽ പറയാം. ഓക്കെ, ഓരോ ലെയേഴ്സിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കാനുള്ളത്. സോ സീ ദാറ്റ് വൺ ബൈ വൺ. ഓക്കെ, so this is your troposphere. So inside this troposphere നമ്മൾ നോർമൽ പാസഞ്ചർ പ്ലെയിൻ ഒക്കെ ഏതാണ്ട് ഈ ഒരു ഹൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോട്ട് എയർ ബലൂൺ ഒക്കെ ഇനീഷ്യലി പോകുമ്പോൾ ഉള്ള അതിന്റെ മൂവ്മെന്റും ഏതാണ്ട് ഈ റേഞ്ചിൽ തന്നെയാണ് വരിക. So these are the things related to the troposphere. So troposphereലാണ് നോർമലി നമ്മുടെ ക്ലൗഡ് ഒക്കെ കാണപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു റീജിയനിലാണ് ബാക്കി നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വിസിബിൾ റീജിയൻ എന്ന് വെച്ചാൽ വിസിബിൾ എന്ന് പറയാൻ പറ്റില്ല. സോ യുവർ ക്ലൗഡ് ഫോഗ് ഈ ഫോർമേഷനിൽ നടക്കുന്ന ഈ ട്രോപ്പോസ്ഫിയറിന്റെ അകത്താണ്. Okay, so it ranges to this much distance. Okay, and one of the interesting parameter related to this atmosphere is that as your height increases, okay, as you move up, okay, as you move up, temperature decreases. As you move up, your temperature value decreases. Okay, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതാണ് നമ്മളിപ്പോ പിന്നെ ഒരു ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്കപ്പം പിന്നെ നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഇൻക്രീസസ് അല്ലെങ്കിൽ സീ ലെവലിനുള്ള ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് യുവർ ടെമ്പറേച്ചർ ഓൾസോ ഡിക്രീസസ്, റൈറ്റ്? സോ ദീസ് ആർ ദ മെയിൻ പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ടു യുവർ ട്രോപ്പോസ്ഫിയർ. ഓക്കെ, സോ ആണ് ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത്. As you can see here,
So all these are the basic details related to a troposphere. Okay, so the bottom dense part containing it is a bottom dense part which contains around 70% of the mass close to the ground is troposphere. It reaches up to 11 kilometer, 11 അല്ലെങ്കിൽ 18 kilometer വരെ പോവാം. Clouds, storm, fog are etc. found in troposphere. Temperature of this layer decreases about minus 6.4 degrees Celsius per kilometer. Okay. Okay, ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴും അറൗണ്ട് 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയും. Okay, as you move up. Right. Now, okay, and the border of this is called എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിന്റെ ബോർഡറിനാണ് പറയാ ട്രോപ്പോപോസ് എന്ന് പറയാം. Okay, so I'll just mark this on that one here. The border of this layer is called tropopause. എന്ന് വെച്ചാൽ ഈ ബോർഡറിനാണ് പറയാ tropopause. Okay, അതല്ലാതെ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഈ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. Okay, now the very next layer is your stratosphere, right? Stratosphere, and that range is between ഇതിന് ശേഷം 11 to 50 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. ആൻഡ് അഗെയിൻ ഈ ഒരു റീജിയനിൽ ഇവിടെ നോക്കിയാൽ മതി ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ -56.5 ടു -2.5 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. സോ ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ്, സോ ഈ ഒരു റീജിയന്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ് temperature also increases, right? മറ്റേ region as the height increases temperature was decreasing, but ഇവിടെ as the height increases temperature is also found to increase, that is from -56.5 degrees Celsius it is coming to around 2.5 degrees Celsius. Now other parameters എന്തൊക്കെയാണെന്ന് നോക്കാം. So inside the stratosphere, these are the other parameters related to stratosphere. So here uh, the layer does not have clouds, storms or dust. As you can see from the figure itself, see there is no cloud, storm or dust. ഇതൊന്നുമില്ല. അതുപോലെ തന്നെ പാരലൽ ആയിട്ടുള്ള വിൻഡ് ആണ് ഫ്ലോ ചെയ്യുക. ഓക്കെ, പാരലൽ വിൻഡ് ഫ്ലോ ആണ് ആ ഒരു റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുക. സോ അതും പറയുന്നുണ്ട് clouds are not found. Again, ozone is found in this layer. Ozone is found. That is very important. Let me stratosphere. So just will make a note of this one. So stratosphere ആയതുകൊണ്ട് ozone is found in this layer. Ozone is found in this layer. Okay. Again, yes, this is a very important parameter. The temperature increases with height in stratosphere. ആദ്യത്തെ സ്ഥലത്തിന് നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. Okay, due to this, vertical winds seldom occur and only horizontal winds parallel to the surface are seen. Okay, അതുകൊണ്ട് തന്നെ horizontal wind ആയതുകൊണ്ട് തന്നെ there won't be any turbulence. Okay, so അത് ഒരു പാരാമീറ്റർ ആണ്. So only horizontal winds are seen, അല്ലേ? So ഈ ഒരു റീജിയനിൽ സ്ട്രാറ്റോസ്ഫിയറിൽ only horizontal winds are seen. Horizontal winds are seen. അതുകൊണ്ട് തന്നെ there is no turbulence. Therefore, there is no turbulence, right? Okay, now we'll move on to and the small layer called stratopause is seen at the boundary. Okay, so here boundary ആണ് നമ്മൾ പറയാ stratopause എന്ന് പറയാം. Okay, so we'll make a note of that one. Stratopause. Stratopause is the boundary. Fine. Now, ഇനി അടുത്ത mesosphere. പലരും പറഞ്ഞ സാധനം തന്നെ mesosphere. So that ranges between around 40 to 50 മുതൽ 80 മുതൽ 90 കിലോമീറ്റർ വരെയാണ് അതിന്റെ റേഞ്ച് വരുന്നത്, റൈറ്റ്? ആൻഡ് അഗെയിൻ വിൽ സീ ദ പാരാമീറ്റർ. സോ ഏതാണ്ട് ഇവിടെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയോളജിക്കൽ റോക്കറ്റ്സ് ഒക്കെ പോകുന്നത് ഏതാണ്ട് ഈ ഹൈറ്റിലേക്കാണ്. അതുപോലെ തന്നെ പിന്നെ മീറ്റിയോസ് ഒക്കെ പിന്നെ ബേൺ ഔട്ട് ആവുന്ന ഒരു റീജിയണും ഇത് തന്നെയാണ്. ഓക്കെ, മിസോസ്ഫിയറിലാണ്. അഗെയിൻ ഇവിടെ നമുക്ക് ഇനി വീണ്ടും നോക്കാം. ഇവിടെ ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ് ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും നോക്കാം. സോ ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ്, ആസ് യു ക്യാൻ സീ ഫ്രം ദ ഫിഗർ, as the height increases your temperature is bound to decrease. എന്ന് വെച്ചാൽ it is somewhat same as the property of temperature is same as this one. Okay, എന്ന് വെച്ചാൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു റീജിയനിൽ ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്നുള്ള കുറച്ചിലാണ് വരുന്നത്. So the properties, temperature property is somewhat similar to the troposphere. Okay, so we'll see what are the other parameters related to the region mesosphere. Okay, so ഇതാണ് അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് കാര്യങ്ങളൊക്കെ തന്നു. Density of air is about 1/1000 at the as that of sea level. And see ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പാരാമീറ്റർ എന്താ വെച്ചാൽ it plays a crucial role in radio communication as ionization occurs here. Okay, so it plays a crucial role in എന്തിലാ plays a crucial role in radio communication. Radio communication as
as ionization occurs in this sphere. Ionization occurs in this region. Okay, so that is one of the very important parameter. Again, sunlight passing through this layer converts individual molecules to charged ions. Okay, so these ionized particles are concentrated as a zone in this layer, which is namely called a D layer. Okay, and the D layer reflects radio waves transmitted from the Earth. Okay, and outer pose atom, pose വരുന്നത്. Okay, so what happens is sunlight, using sunlight, what happens is ionization നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ you can find a D layer. Okay, so നമുക്കൊരു ഒരു simple D layer കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. So when you do that, you will actually get a layer called ഒരു D layer is formed by the ionization. Okay, okay, ഒരു stable layer ഉണ്ട്, and this layer is called ഡി ലെയർ. ഓക്കെ, സോ ഈ ഡി ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നമ്മൾ സർഫസിൽ വിടുന്ന റേഡിയോ സിഗ്നൽസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ റേഡിയോ സിഗ്നൽസ് ഒക്കെ വന്നിട്ട് ഈ ഡി ലെയറിൽ തട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക്. ഓക്കെ, ഇൻ ദാറ്റ് വേ ദ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓക്കർ. അതിന് മറ്റ് സോഴ്സസ് ഒന്നും വേണ്ട. ഇവിടെ അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് വിൽ റിഫ്ലക്ട് ബാക്ക്. നമുക്ക് അത് കറക്റ്റ് ആ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റേഡിയോ വേവ്സ്. ഓക്കെ, അഗൈൻ നൗ and ഏറ്റവും ഔട്ടർ സർഫസ് ഏറ്റവും ലാസ്റ്റ് പോസ് സ്ഥലത്തിനാണ് നമ്മളൊരു മിസോപോസ് എന്ന് പറയാം. ഓക്കെ, മിസോപോസ്. സോ ദിസ് ഔട്ടർ വൺ ഇസ് കോൾഡ്, sorry, okay, this outer one is called the mesopause. Mesopause എന്ന് പറയാം, outer layer. Okay, now the next layer is called thermosphere. Okay, ഇതാണ് അതിന്റെ റേഞ്ച്. again you will just see the temperature. So ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ here actually the temperature increases as you go up. Okay, minus 86.5 എന്ന് എത്ര 1200 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. സോറി, മൈനസ് ആയിരിക്കും അത് കേട്ടോ. നമുക്ക് നോക്കാം. Temperature increase. Okay, fine. Okay, so thermosphere extends from 80 kilometer to around 60,000 kilometer. Okay, so ഇതാണ് അതിന്റെ റേഞ്ച്, 80 to 60,000 kilometer. Here the temperature increases to 2000 up to 2000 degree Celsius. അതുകൊണ്ട് തന്നെ നമുക്ക് തെർമോസ്ഫിയർ എന്ന് അതിന്റെ പേരും, temperature related sphere ആണ്. Right, so the temperature increases to around 2000 degree Celsius and ions are abundant in thermosphere. It is thermosphere that most of the approaching meteoroids burning start in the phase adana, right, in the thermosphere. Right, ionization of molecules result in individual charged ions producing two ionized layers, E and F layers. Okay, so these layers also have an influence over radio communications as it reflects the radio waves in the upper thermosphere. Due to higher concentration of ions, it is called a magnetosphere. Okay, so ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ്. So here actually, so this thermosphere, see, it is called thermosphere because its temperature is very high, around 1200 അല്ലെങ്കിൽ almost maximum എത്ര നമ്മൾ കണ്ടത് 2000 degree Celsius വരെ the temperature can range. Okay, now it is at this region your meteorites start burning. So these are the main points related to that region. Meteorites burning start ചെയ്യുന്ന region ആണ്, right? Meteors burn. Okay, so അത് നോട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുപോലെ അയണൈസേഷൻ, ഹൈ അയണൈസേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്. അയണൈസേഷൻ ഹാപ്പൻസ് ഇൻ ദിസ് റീജിയൻ. ആൻഡ് അഗെയിൻ വൺ ഓഫ് ദ മെയിൻ പോയിന്റ് എന്തായിരുന്നു, രണ്ട് ലേയേഴ്സ്, ഇ ലേയേഴ്സ് ആൻഡ് എഫ് ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ upper of the thermosphere high concentration of ions ഉണ്ട്. It is also called magnetosphere. Okay, so ഏറ്റവും upper surface is called, so this surface is called magnetosphere. Okay, so എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ you have high concentration of ionization, high concentration of ions. Right, clear അല്ലേ? കാര്യങ്ങളും ക്ലിയർ അല്ലേ? എന്റെ കൂടെ ഇല്ലേ? Yes, sir. Right. Okay, right. Yes, sir. Fine. Now, your last region is called exosphere. We will see what are the exosphere. Exosphere is around 1200 to around 2000 degrees range തന്നെയാണ് വരിക. And spaceships അതുപോലെ satellites ഒക്കെ ഉണ്ടാകുന്ന ഈ exosphere ലാണ്. Right. So, okay, so that
other features നോക്കാം. It is around up to 1 lakh kilometers വരെയാണ്. And the air is actually extremely thin. എന്തുകൊണ്ടാണ് എക്സ്ട്രീംലി തിൻ ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം പിന്നെ എർത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇന്റൻസിറ്റി കുറയും അല്ലെ. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഗ്യാസ് അല്ലെങ്കിൽ എയർ ലെയർ വളരെ തിന്നായിട്ടാണ് ഏറ്റവും ഔട്ടർ സർഫസിൽ ഉണ്ടാകുക. ദാറ്റ് സർഫസ് ഇസ് യുവർ എക്സോസ്ഫിയർ. ഓക്കെ, so that's it. These are the different layers of your atmosphere. Okay, I hope it is clear. നിങ്ങളുടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം ഒന്ന് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നതെന്നും അതുപോലെ അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കട്ടെ. ഇപ്പൊ ഈ ഒറ്റ ഡയഗ്രം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഓൾ ദീസ് പോയിന്റ്സ് ഇഫ് യു ആഡ് ഇറ്റ് അപ്പ് യു വിൽ ഗെറ്റ് ദ പ്രോപ്പർ ആൻസർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഞാൻ പറ്റുമെങ്കിൽ ഇത് അയച്ചുതരാം. ഇത് PDF ആക്കിയിട്ട് ഈ പേജ് മാത്രം ഇങ്ങനെ എടുക്കണ്ടേ നോക്കണം. ഓക്കെ, okay, now so we'll move on to the next topic, which is the ozone layer. Okay, so we have seen that it is the ozone layer is found in the stratosphere. Ozone main use of ozone layer is to it actually acts as a filter, right? Harmful ultraviolet radiations എല്ലാം അതിൽ റീച്ച് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യുന്ന എന്നൊരു ഫിൽട്ടർ എന്നുള്ള രീതിയിലാണ് ഓസോൺ ലെയർ ആക്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ ബട്ട് ആക്ച്വലി ദ പൊല്യൂട്ടൻസ് ലൈക്ക് CFC അല്ലെ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, അത് നോർമലി കുറച്ച് കാലം മുമ്പുണ്ടായിരുന്ന റെഫ്രിജറേറ്ററിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് CFCs. ഓക്കെ, സോ അതിൽ നിന്നുണ്ടാവുന്നത് അത് ഫൈനലി അത് യൂസ്ലെസ് ആവുന്ന സമയത്ത് നമ്മൾ ത്രോ ചെയ്യുമ്പോൾ ഇത് അധികം ശ്രദ്ധിക്കില്ല പലരും. അപ്പോ ഈ CFC അതിൽ നിന്ന് അല്ല എസ്കേപ്പ് ആവും. ആൻഡ് CFC ആക്ച്വലി റിയാക്ട്സ് വിത്ത് യുവർ ഓസോൺ O3 കൂടെ CFC റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് അത് ഒരു ഓക്സിജൻ പ്ലസ് ഒരു ഫ്രീ റാഡിക്കൽ ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഫൈനലി അവിടെയുള്ള ഓസോണിനെ എന്ത് ചെയ്യും? ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഓസോൺ ലെയർ ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഡിപ്ലീറ്റഡ് വാട്ട് ഹാപ്പൻസ് ഇസ് more and more UV radiation will reach Earth, and that is very harmful as far as animals അല്ലെങ്കിൽ as far as human beings are, and in general animals are concerned. Okay, so ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ തിന്നിങ് ഓഫ് ഓസോൺ ലെയർ ഇസ് കോൾഡ് ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ, ഇപ്പോ കുറച്ചു കാലം മുമ്പ് വരെ ഓസോണിന്റെ ഒരു വലിയ ഏതാണ്ട് അന്റാർട്ടിക്കയുടെ സൈസുള്ള ഒരു വലിയ ഹോള് ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഏതാണ്ട് ഓൾമോസ്റ്റ് ശരിയായി വരുന്നുണ്ട്. ആസ് വി ഹാവ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു ദാറ്റ്. ഓക്കെ, അതൊരു ഇഷ്യൂ ആയിട്ട് കാണാൻ തുടങ്ങിയതിന് ശേഷം ദർ ആർ ഡിഫറെന്റ് മെഷേഴ്സ് ടേക്കൺ ബൈ ഡിഫറെന്റ് കൺട്രീസ്. അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഓസോൺ ഡിപ്ലീഷൻ കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, ഫൈൻ. So this is a cycle of ozone oxygen cycle, right? So ഓക്കെ, സോ ഓസോണിന്റെ ഫോർമേഷൻ നിങ്ങൾ ബേസിക്കലി എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ആവുന്നത്, CFCന്റെ റിയാക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതിന്റെ സൈക്കിളാണ്. സോ യു കൻ ലുക്ക് ഇൻ ടു ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഫണ്ടമെന്റൽ കാര്യമാണ്. നമ്മൾ ഓൾറെഡി സ്കൂളിൽ പഠിച്ചൊരു കാര്യമാണ്. സോ ഐ എം ജസ്റ്റ് സ്കിപ്പിംഗ് ദാറ്റ് വൺ. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് യുവർ ഗ്രീൻ ഹൗസ് എഫക്ട്. അഗൈൻ ഗ്രീൻ ഹൗസ് എഫക്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഉണ്ടാ നിങ്ങൾ ഒന്ന് പറഞ്ഞു തന്നെ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന്? യെസ്, എനിവൺ? What is greenhouse effect? Yes, greenhouse effect. What is meant by greenhouse effect? Anyone? Sir, trap ചെയ്യുന്നല്ലേ? സൺലൈറ്റ് ട്രാപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ വന്നിട്ട് ഈ ഗ്രീൻ ഹൗസ് എഫക്ട് നമുക്ക് ആവശ്യമുണ്ടോ? ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ശരിയല്ലേ? നമ്മളെ എർത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്ട് ഉള്ളതുകൊണ്ടാണ്. ഒരു ഗ്രീൻ ഹൗസ് ഒരു കവചം പോലെ നിൽക്കുന്നത് കൊണ്ടാണ്. സോ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ഗ്രീൻ ഹൗസ് ലെയർ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊണ്ട് ഫോം ചെയ്യുന്ന ഈ ഒരു ലെയർ ഇറ്റ് ആക്ച്വലി പെർമിറ്റ്സ് തെർമൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അതിന്റെ ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന റേഡിയേഷൻസിന് ഇത് കടത്തിവിടും. ഓക്കെ, അതേസമയം ലോ ടെമ്പറേച്ചറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഇത് തിരിച്ച് കടത്തി വിടുകയില്ല, റൈറ്റ്? അപ്പൊ അതെന്ത് സംഭവിക്കുക വെച്ചാൽ സണ്ണിന്റെ റേഡിയേഷൻ സിൻസ് ഇറ്റ് ഇസ് വെരി വളരെ ഹൈ ടെമ്പറേച്ചറിൽ ആയതുകൊണ്ട് തന്നെ അത് വൺ സൈഡ് കടത്തി വിടും. പക്ഷെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അതിനെ റിട്ടേൺ പോകാൻ സമ്മതിക്കില്ല. കാരണം ഭൂമിയിൽ തട്ടി ഭൂമിയിലുള്ള ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തതിനു ശേഷം
നമ്മൾ അതിന്റെ സോളാർ റേഡിയേഷൻസ് ഇൻസിഡന്റ് ആയതിനു ശേഷം ഇവിടുത്തെ ഒരു മെറ്റീരിയൽ ചൂടായിട്ട് അത് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്ന ഇൻഫ്രാറെഡ് റേസ് അതിനെ തിരിച്ചു പോകാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദിസ് പ്രോസസ് ഇസ് ആക്ച്വലി മെയിൻറ്റെയിൻസ് an optimum temperature in that inside the earth അല്ലെ. സോ ഈ ഒരു എഫക്റ്റിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയാം. റൈറ്റ്. സോ ഇത് തന്നെയാണ് നമ്മളൊരു കാറിന്റെ അകത്ത് ഗ്ലാസ് എല്ലാം കയറ്റി വെച്ചിട്ട് നമ്മളൊരു കാറിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭയങ്കര ചൂടുണ്ടാവും അല്ലെ. അത് ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. ആൻഡ് അവിടെ ഈ ഗ്രീൻ ഹൗസ് എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്ലാസ് വിൻഡോസ് ആണ്. റൈറ്റ്. കാരണം ഗ്ലാസ് സെലക്ടീവ്ലി ഫസ്റ്റ് സൺ റേഡിയേഷൻസിനെ അകത്തേക്ക് കടത്തിവിടുമെങ്കിലും തിരിച്ച് അത്തരം റേഡിയേഷൻസിനെ പുറത്തേക്ക് കടത്തിവിടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. സി ഐ ഹോപ്പ് യു ഗൈസ് നോ ഓൾ ദോസ് തിങ്സ്. റൈറ്റ്. സോ ഗ്രീൻ ഹൗസ് എഫക്ട് കൊണ്ട് നമ്മൾ പ്ലാന്റ്സിന് ഈ നല്ല ടെമ്പറേച്ചർ ഈ ഭയങ്കര തണുപ്പുള്ള നാടുകളിലൊക്കെ കൃഷിയൊക്കെ നടത്താൻ വേണ്ടി ഇത്തരം ഗ്രീൻ ഹൗസ് എഫക്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ബൈ മേക്കിംഗ് an artificial greenhouse atmosphere, something like this. Okay, so you can see this over here. Okay, ഒരു ഗ്ലാസ് ഗ്രീൻഹൗസ് ആണ്. ഓക്കെ. ഇതിനകത്ത് എപ്പോഴും ഹീറ്റ് ആ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. So that is your greenhouse effect. Okay, so you can just make a note of this one. Greenhouse are special buildings. Greenhouse effect note അറിയാവുന്നല്ലേ. Greenhouse effect is the process by which radiations from the sun are absorbed by the greenhouse gases and not reflected back. മാത്രമല്ല മീഥേൻ ഉണ്ട്, CH4. Yes, note ചെയ്തോ? Yes, sir. Okay. Right. So ഈ ഒരു ഡയഗ്രാം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. റൈറ്റ്. ഗ്രീൻ ഹൗസ് എഫക്ട് അത് പക്ഷെ ഇപ്പോ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഒരു നേച്ചറിനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ മറ്റു പൊള്യൂട്ടൻസും കാരണം എന്താ പറയാ, അത് ഗ്രീൻ ഹൗസ് എഫക്ട് ഒന്നുകൂടെ സ്ട്രോങ് ആവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഭൂമിയിലെ ടെമ്പറേച്ചർ അതിനനുസരിച്ച് വീണ്ടും കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ നോർമൽ കേസിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ദിസ് ടെമ്പറേച്ചർ, എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുന്ന ഒരു പ്രോസസ്സിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. സോ അതിനെ കൊണ്ട് ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഒരു അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. റൈറ്റ്. സോ ഇനീഷ്യലി ഇറ്റ് ഈസ് ഗുഡ്. റൈറ്റ്. പക്ഷെ കൂടുതൽ അത്തരം ഗ്യാസസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഗ്ലോബൽ വാർമിംഗ്. റൈറ്റ്. സോ ദ മെയിൻ പോസിറ്റീവ് ഏജൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്? ഇൻഡസ്ട്രിയൽ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ. സോ ദാറ്റ് വിൽ റിലീസ്
nitrogen oxide and carbon dioxide, and the carbon dioxide is one of the greenhouse gas, right? Again, similarly, CFCs അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഓട്ടോമൊബൈൽസ് ആയാലും അത് ബേണിങ്ങിലൂടെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഡീഫോറസ്റ്റേഷൻ അതുപോലെ എന്തും ബേണിങ്ങിലൂടെയും അത് കാർബൺ ഡയോക്സൈഡ്, എന്ത് കമ്പഷൻ പ്രോസസ് നടക്കുമ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. സോ ദീസ് കാർബൺ ഡയോക്സൈഡ് and also similarly the methane and all, it actually acts as another natural ഇതിനെ കൂടാതെ കുറച്ചുകൂടി thicker greenhouse gases form ചെയ്യാണ്. And because of this, the temperature of Earth is actually increasing. Right? So these are the main causes of greenhouse effect. So you can note down these ones. One is burning of fossil fuels, deforestation, nitrous oxide used in fertilizers, and industries and factories releasing harmful gases, and even landfills also release carbon dioxide and methane that adds to greenhouse gases. Okay. So these are the main causes of greenhouse effects. Right. Here, screenshot or so, and again, effects. Okay, so these are the main effects. One is global warming, depletion of ozone layer, acidification of water bodies, and air pollution. These are the main problems that it creates. Right. So how can we prevent this? The best method is to use the green technology. Green technology എന്ന് പറയുമ്പോൾ എന്താ പറയാ, പിന്നെ ഓട്ടോമൊബൈൽസിൽ ഇലക്ട്രിക് കാർ ഉപയോഗിക്കുക എന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ പൊല്യൂഷൻ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ രാജ്യത്തിൽ പവർ പ്രൊഡക്ഷൻ നടക്കുന്നത് തെർമൽ പവർ പ്ലാന്റിലൂടെയാണ്. അപ്പോൾ ഈ തെർമൽ പവർ പ്ലാന്റ് ഈ ബേണിംഗ് പ്രോസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് അതിലൂടെ കിട്ടുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഓട്ടോമൊബൈൽ റൺ ചെയ്യുമ്പോൾ അവിടെ അതിന്റെ എഫിഷ്യൻസി സത്യം പറഞ്ഞാൽ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ നേരിട്ട് ഫ്യൂൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ച് നോക്കുമ്പോൾ തെർമൽ പവർ പ്ലാന്റ് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി വാങ്ങി കാറിൽ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറവാണ്. അല്ലെങ്കിൽ അത് പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷെ എപ്പോഴാണ് അത് ബെനിഫിഷ്യൽ ആവുന്നത് വെച്ചാൽ വിത്ത് ദിസ് പുതിയ ടെക്നോളജീസ് വരെയാണ്, കൂടുതൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്യാണ്, എന്നിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്, എന്നിട്ട് ഇത്തരം എന്താണ് പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ then things will change. Okay, so use of more renewable sources of energy to produce electricity is one of the main, is the only solution to reduce this effect. Okay, now the second one is to reuse and recycle. Go with the reuse and recycle. Then okay, and again to go with a smarter car usage, that is to go with കൂടുതലും എന്താ പറയുക പബ്ലിക് സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ increase social awareness. All these things are some of the methods to reduce this carbon dioxide emission or reduce the greenhouse gases emission. Okay, so that's it. And the next topic is your weather. Okay, so I hope we'll see the topic later. Okay, ഇന്നത്തെ ഉദ്ദേശിച്ച ടോപ്പിക്കുകൾ എത്രയായിരുന്നു, and I hope it is clear to you. Okay, line issues. Yes. Others. Sir. Okay, so answer your attendance. Akash. Akhil. Sir. Amit. Sir, എൻ്റെ നെറ്റ് ഹലോ ആരാണ് ആരായിരുന്നു നെറ്റിന്റെ ഇഷ്യൂ? ആകാശ്. ഓക്കെ. അനിരുദ്ധ്. Present, sir. Karthik. Present, sir. Nadin.
Present, sir. Shahzad, Shahzad, Muqtasim, Present, sir. Asaf, Present, sir. Fardeen, Present, sir. Fateh, Present, sir. Sama, Sama, Zian, Mohammad Zian. എടാ സിയാനോട് പറയണേ, ഈ എല്ലാ സെമസ്റ്ററിലും ഈ രീതിയിൽ കളിക്കാൻ നിൽക്കരുതെന്ന്. കാരണം ഇത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പിന്നെ ഒരു മൊഡ്യൂളിൽ നമുക്ക് ആകെ 5 അവറേ ഉള്ളൂ. 5 അവറേ എടുക്കുള്ളൂ. നമുക്ക് അത്രേ അവർ ഉള്ളൂ. വളരെ കുറവാണ് നമ്പർ ഓഫ് അവേഴ്സ് ഉള്ളത്. അപ്പോൾ അത്രയും കുറവ് അവേഴ്സിൽ 1 or 2 ഇപ്പം പിന്നെ മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ അതിന് മാത്രം അവർ ഇല്ല. അപ്പോൾ ഒരു മൊഡ്യൂളിൽ 5 അവർ, 5 മൊഡ്യൂൾ 25 അവർ. അത് നോക്കുക. ഓക്കെ, 25 അവറേ മൊത്തം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് കിട്ടുള്ളൂ. അപ്പോൾ ആ 25 അവറിൽ 5 അവർ പോയാൽ നിങ്ങൾ അറ്റൻഡൻസ് ടോട്ടൽ എന്തായിരിക്കും നിങ്ങൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് ആ ഒരു സീരിയസ്നെസ്സോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവനോട് ഇപ്പോൾ പറയണേ കേട്ടാ. നമ്മൾ റപ്പാരായിരുന്നു? അമിത് അല്ലേ? അമിതും ഇല്ല അല്ലേ? ഓക്കെ, സോ ഇത് ആരാഴ്ച കമ്മ്യൂണിക്കേഷൻ അവരെല്ലായിടത്തേക്കും എത്തിക്കണം. കാരണം അത്രേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കോഴ്സ്, ആകെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവർ അത്രേ ഉള്ളൂ. മൊത്തം നിങ്ങൾക്ക് 25 അവർ കിട്ടും. അപ്പൊ അതിൽ എത്ര അവർ കയറണമെന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, സോ നിഷാഖ്, Present, sir. നിവേദ്, Present, sir. പ്രത്യുഷ്, ഇല്ല, രാഹുൽ, Present, sir. ശരൺ, Present, sir. അനുരാഗ്, Present, sir. സൗരവ്, ശ്രീരാഗ്, Present, sir. വിഷ്ണു എ പി, Present, sir. വിഷ്ണുവൻ, വിഷ്ണുവൻ, വിഷ്ണുവൻ ഇല്ല. ആദർശ്, 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 ആദർശ് ഇല്ല. വിഷ്ണുവനും ആദർശും ഇല്ല അല്ലെ? ഓക്കെ, സോ ഇത്രയും പേരാണ് ആബ്സെന്റ്. അമിത്, ഷസാദ്, മുഹമ്മദ് സമ, മുഹമ്മദ് സിയാൻ, പ്രത്യുഷ്, സൗരവ്, ആദർശ്, വിഷ്ണുവൻ. ഓക്കെ, കേട്ടല്ലേ? ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. എല്ലാവർക്കും അറിയിക്കണം. കൂടെ ഉള്ളവര് നിർബന്ധമായിട്ട് പോയി പറയണം കേട്ടോ. അതായത് Yes, sir. പിന്നെ വെറുതെ പണി കിട്ടേ ഉള്ളൂ. അറ്റൻഡൻസ് കിട്ടാണ്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ലേ. ഓക്കെ, അമിത് ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ? അമിത് സാർ എവിടെയായിരുന്നു ഇതുവരെ എവിടെയായിരുന്നു? സാറേ പെട്ടെന്ന് കട്ടായി പോയി സാർ. പെട്ടെന്നല്ല, നീ കുറെ നേരമായിട്ട് ഇടിയില്ല. നീ ആരോട് ഈ പറയുന്നത്? എത്രയും പെട്ടെന്ന് നീ ആ ഫോം, നീ അല്ലേ റപ്പായിട്ട് നീ ഇതുവരെ ആ ഫോം ഫില്ല് ചെയ്തിട്ടല്ലോ ആന്റി റാഗിങ്ങിന്റെ. സാർ അത് എന്റെ ആവുന്നില്ല, രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടായി. എത്രയും പെട്ടെന്ന് അത് ചെയ്തോളൂ കേട്ടോ. ഇന്ന് ഉച്ചക്കേക്ക് തീർത്തിട്ട് എല്ലാവരും കൊടുക്കേണ്ടതാണ്. അതേപോലെ ബാക്കിയുള്ളവന്മാരോട് കൂടെ പറയാം. ഓക്കെ, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പോലും കിട്ടുന്നില്ല സംഗീത് സാർ പറയാനായിരുന്നു. എത്രയും പെട്ടെന്ന് തീർത്തോളാം കേട്ടോ. ഓക്കെ. ഓക്കെ, റൈറ്റ്. അപ്പൊ ശരി, താങ്ക് യു.